എല്ലാവർക്കും നമസ്തേ. ഇന്ന് ജനം ടി വി പുറത്തുവിട്ട ഒരു വാർത്ത രാജ്യസ്നേഹികളെയും തികച്ചും ഞെട്ടിപ്പിക്കുന്നതും ഭീതിയിലാഴ്ത്തുന്നതുമാണ്. അത് മറ്റൊന്നുമല്ല, കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് അവരുടെ സഖ്യകക്ഷിയായിരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവും അന്നത്തെ കേന്ദ്ര സഹമന്ത്രിയുമായിരുന്ന ഈ അഹമ്മദിന് പാകിസ്ഥാൻ്റെ ISIയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി മാത്രമായിരുന്നില്ല, മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവ് കൂടിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അദ്ദേഹം നമ്മുടെ രാജ്യത്തിനെ തകർക്കാൻ നടക്കുന്ന, ശിഥിലീകരിക്കാൻ നടക്കുന്ന പാകിസ്ഥാനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് ഉള്ള ആ ഒരു വാർത്ത അത്യന്തം ഭീതിയോടെയാണ് നമ്മൾ കേട്ടത്. ഈ ബന്ധത്തെക്കുറിച്ച്, ISIയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഉള്ള വിവരം പുറത്തുവിട്ടിരിക്കുന്നത് മറ്റാരുമല്ല, അന്നത്തെ ആഭ്യന്തര വകുപ്പ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി എന്ന മുൻ ഉദ്യോഗസ്ഥനാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്, ജനം ടി വിയോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ജനം ടി വിയുടെ റിപ്പോർട്ടർ ചോദിച്ചു ഇതിനൊക്കെ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതിനെല്ലാം ആഭ്യന്തര വകുപ്പിൽ വ്യക്തമായ തെളിവുണ്ടെന്നും രേഖകളുണ്ടെന്നും അദ്ദേഹം തെളിവുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ കാര്യം പുറത്തു പറയുന്നതും എന്നാണ്. അത് നമുക്കറിയാം, മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിൽ 2008 താജ് ഹോട്ടലിന് നേരെ നടന്ന ലഷ്കർ-e തോയ്ബയുടെ ആക്രമണത്തിൽ 175 പേരാണ് കൊല്ലപ്പെട്ടത്. വളരെയേറെ നമ്മളെ വേദനിപ്പിക്കുന്ന ദുഃഖകരമായ ആ ആക്രമണത്തിൽ നമ്മുടെ രാജ്യക്കാരും വിദേശികളുമായിട്ടുള്ള 175 പേരാണ് കൊല്ലപ്പെട്ടത്. 300-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗുരുതരമായ പരിക്കുകൾ ഉൾപ്പെടെയാണ് പലർക്കും സംഭവിച്ചത്. ഈ കൊല്ലപ്പെട്ടതിൽ 175 പേരിൽ 9 പേര് ലഷ്കർ-e തോയ്ബയുടെ ഭീകര പ്രവർത്തകരും, ബാക്കിയുള്ളവർ അവിടെ വന്ന വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആൾക്കാരുമായിരുന്നു. ഭീകരരിൽ അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരുത്തനെ നമ്മുടെ പോലീസ് ജീവനോടെ പിടികൂടി. ഈ അജ്മൽ കസബിനെ വെച്ച് കളിക്കാനാണ് കോൺഗ്രസ് സർക്കാർ ശ്രമിച്ചത് എന്നോർക്കുമ്പോഴാണ് നമ്മൾ വളരെയേറെ ഞെട്ടുന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതായത്, കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചത് അജ്മൽ കസബിനെ സിന്ദൂരക്കുറിയൊക്കെ തൊടിയിച്ച് ഇദ്ദേഹത്തിനെ ഒരു ഹിന്ദു ഭീകരവാദിയായി ചിത്രീകരിച്ച് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ ഹിന്ദു ഭീകരത എന്ന ഒരു പദം ആദ്യമായി ഉപയോഗിച്ചു. അത് ഉപയോഗിച്ചത് അജ്മൽ കസബിനെ ഒരു സിന്ദൂരക്കുറിയൊക്കെ അണിയിച്ച് അയാളെ ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകനായി അവതരിപ്പിച്ച് ഇത് ഹിന്ദു ഭീകരപ്രവർത്തനമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. അത് മുസ്ലിം ലീഗ് കൂടെ ചേർന്ന് ആണ് എന്ന് തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഈ അഹമ്മദിന് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഈ ലോകം മൊത്തവും ഈ നമ്മുടെ രാജ്യത്ത് തീവ്രവാദികളെ പരിശീലിപ്പിച്ച് വിഘടന പ്രവർത്തനത്തിന് വിടുന്ന, നിരപരാധികളെ കൊന്നൊടുക്കുന്ന, നിരപരാധികൾ എന്ന് പറയുന്നത് നിരപരാധികളായിട്ടുള്ള ഹിന്ദുക്കളെ, മുസ്ലിങ്ങളല്ലാതെ മറ്റ് മതസ്ഥരെ, ഹിന്ദുക്കളെ, പ്രധാനമായും ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്ന ഈ തീവ്രവാദികളുടെ
പരിശീലകരായിട്ടുള്ള പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ISIയുമായിട്ട് അഹമ്മദിന് ബന്ധമുണ്ടായിരുന്നു എന്നാണ് RVS മണി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എത്രമാത്രം ഭീകരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആ മുസ്ലിം ഈ അഹമ്മദ് വെറും ഒരു കേന്ദ്രമന്ത്രി മാത്രമായിരുന്നില്ല, മുസ്ലിം ലീഗിൻ്റെ സാധാരണ ഒരു അംഗം മാത്രമായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രധാന നേതാവ്. അതിൻ്റെ അർത്ഥം അഹമ്മദിന് ISIയുമായി ബന്ധം ഉണ്ട് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് ISIയുമായി ബന്ധം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു പാർട്ടി, കോൺഗ്രസിൻ്റെ സഖ്യകക്ഷി, അവരുടെ ഏറ്റവും വലിയ സഖ്യകക്ഷി, ആ പാർട്ടി പറയുന്നതനുസരിച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്ന് ഉള്ള ആ ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ഭീതിതമായിരിക്കും. കേരളത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിൽ രണ്ടാമൻ. കോൺഗ്രസിന് എത്രമാത്രം സീറ്റ് ഉണ്ടായിട്ട് കൂടി, എനിക്കൊന്ന് 60-ലേറെ സീറ്റാണെന്ന് തോന്നുന്നു കോൺഗ്രസ്സിന് ഉണ്ടായിട്ട് കൂടി, കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവിനെ മന്ത്രിസഭയിൽ രണ്ടാമനാക്കാതെ VD സതീശൻ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, മുസ്ലിം ലീഗിൻ്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടിയെയാണ് രണ്ടാമനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കോൺഗ്രസിൻ്റെ മേളിൽ എത്രമാത്രം സ്വാധീനമാണ് ഈ മുസ്ലിം ലീഗിനുള്ളതെന്ന്. അവരാണ് കേരളം ഭരിക്കുന്നത് എന്ന് അർത്ഥം. ഇങ്ങനെയൊരു നമ്മുടെ ശത്രുരാജ്യമായി ബന്ധം പുലർത്തിയിരുന്ന ഒരു പാർട്ടിയെ, ഒരു മതപാർട്ടിയെ നമ്മുടെ കേരളത്തിൻ്റെ ഭരണം ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആ ജനങ്ങളുടെ, ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുക, അവസ്ഥ എന്തായിത്തീരും എന്ന് നമ്മൾ ചിന്തിക്കുക. ഇക്കണക്കിന് പാകിസ്ഥാനുമായി ഒരു യുദ്ധമുണ്ടായി എന്നിരിക്കട്ടെ, തീർച്ചയായും ഇത്തരക്കാരെന്ത് ചെയ്യും? നമ്മുടെ കേരളത്തിലുള്ള സൈന്യത്തിൻ്റെ ആയാലും ഏത് രീതിയിൽ ഉള്ള ശാസ്ത്ര സാങ്കേതിക മേഖലയുള്ള ആയാലും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളുടെ വിവരങ്ങൾ പൂർണ്ണമായും ഇവർ പാകിസ്ഥാന് ചോർത്തി കൊടുക്കുകയില്ലേ? തീർച്ചയായും. അതായത് നമ്മുടെ ISRO, കൊച്ചിയിലെ നേവൽ കമാൻഡ്, തിരുവനന്തപുരത്തെ പാങ്ങോട് സൈനിക കേന്ദ്രം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ വിവരങ്ങൾ ഇവർ തീർച്ചയായും നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാന് ചോർത്തി കൊടുക്കും എന്നുള്ളതിൽ നമ്മൾ സംശയിക്കുകയേ വേണ്ട. കാരണം അവർ ഭരണത്തിലാണ് ഇരിക്കുന്നത്. കേരളത്തിലെ ഭരണത്തിൽ അവരാണ് കേരളം ഭരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി, പേരിനൊരു മുഖ്യമന്ത്രി എന്നുള്ളതല്ലാതെ ഭരണം നിയന്ത്രിക്കുന്നത് മൊത്തവും അവർ തന്നെ. പ്രധാന വകുപ്പുകളെല്ലാം അവർക്ക് കൊടുത്തിരിക്കുന്നു. വ്യവസായം ഉൾപ്പെടെ പ്രധാന വകുപ്പുകളെല്ലാം, വിദ്യാഭ്യാസം ഉൾപ്പെടെ പ്രധാന വകുപ്പുകളെല്ലാം മുസ്ലിം ലീഗിന് കൊടുത്തിരിക്കുന്നു. നമ്മൾ ഈ വ്യവസായം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് വെക്കുക, ഈ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ട കാര്യങ്ങൾ വരെ നിർമ്മിച്ചു കൊടുക്കുന്ന, അതിൻ്റെ ഘടകങ്ങൾ വരെ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു വകുപ്പാണ് വ്യവസായ വകുപ്പ്. അത് ഭരിക്കുന്നത് ആരാണ്? ഈ ISIയുമായി ബന്ധമുണ്ട് എന്ന് മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായ RVS മണി ആരോപിക്കുന്ന മുസ്ലിം ലീഗിനാണ് ആ വകുപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം രാജ്യരക്ഷയ്ക്ക് ഭീഷണിയാണ് നമ്മുടെ കേരളത്തിലെ സർക്കാർ എന്നുള്ള കാര്യമാണ് നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ജനങ്ങൾ തിരിച്ചറിയാത്തതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ വസ്തുത. മാറാട് സംഭവം നടന്നപ്പോൾ നമ്മൾ അറിഞ്ഞതാണ് ഈ മുസ്ലിം ലീഗിൻ്റെ നിലപാട്. ഹിന്ദുക്കൾക്കെതിരായിട്ട്
നടന്ന ആ ഒരു സംഭവത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഇവർ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ഇവരുടെ ഒരു നേതാവ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഞങ്ങൾ ഭരിക്കും കേരളം, ഈ കേരളത്തിലെ ജനങ്ങൾ അവർ പറയുന്നതനുസരിച്ച് വേണമെങ്കിൽ ജീവിച്ചു കൊള്ളണം എന്നൊരു മുസ്ലിം ലീഗ് നേതാവ് പരസ്യമായി വിളിച്ചു പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ പാർട്ടി നമ്മുടെ കേരളത്തിലെ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷയുടെ കാര്യം എന്താകും അവസ്ഥ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ ഒരു വാർത്തയെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണമാണ് കേന്ദ്ര സർക്കാർ നടത്തേണ്ടത്. തീർച്ചയായും ഈ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ RVS മണി പറയുന്നുണ്ട്, ഇസ്രത് ജഹാൻ കേസിൽ അന്ന് തീവ്രവാദ പ്രവർത്തനവുമായിട്ട് നരേന്ദ്രമോദി, അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു, നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കൊലപ്പെടുത്താനായി തീവ്രവാദ പ്രവർത്തകരായിട്ട് ഉള്ള ഇസ്രത് ജഹാൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ എത്തിയപ്പോൾ അവരെ ഗുജറാത്ത് പോലീസ് വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അവർ തീവ്രവാദികളാണ്, തീവ്രവാദ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ്, പരിശീലനം കിട്ടിയ തീവ്രവാദികൾ. അന്നത്തെ നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയും അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായിരുന്ന നരേന്ദ്രമോദിയെയും അമിത്ഷാ, അന്ന് അദ്ദേഹം സംസ്ഥാന മന്ത്രിയായിരുന്നു, ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്, ഇവരെ ഇരുവരെയും കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവിടെ എത്തിച്ചേർന്ന ഈ ഇസ്രത് ജഹാൻ്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികളെ ഗുജറാത്ത് പോലീസ് വെടിവെച്ചു കൊന്നു. ആ കേസിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഈ കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനും സോണിയാഗാന്ധി പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നരച്ച താടിയുള്ള ആളിനെയും കറുത്ത താടിയുള്ള ആളിനെയും, നരച്ച താടിയുള്ള ആളെന്ന് അവരുദ്ദേശിച്ചത് നരേന്ദ്രമോദി, കറുത്ത താടിയുള്ള ആളെന്ന് ഉദ്ദേശിച്ചത് അമിത്ഷാ. ഇവരെ രണ്ടുപേരെയും എന്നേക്കുമായി തുറുങ്കിലടയ്ക്കാനും സോണിയാഗാന്ധി പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ സഹിതമാണ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നതെന്നും ആഭ്യന്തര വകുപ്പിൽ ഇതിൻ്റെ എല്ലാം രേഖകളുണ്ടെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് മുസ്ലിം ലീഗിൻ്റെ അതിൻ്റെ നേതാവായിരുന്ന അന്നത്തെ കേന്ദ്രമന്ത്രി അഹമ്മദിൻ്റെയും ISIയുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെയുള്ളതിന് ആഭ്യന്തര വകുപ്പിൻ്റെ പക്കൽ തെളിവുണ്ടെന്നാണ് പറയുന്നത്. ഈ തെളിവ് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇവരെ ഈ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിടുകയല്ല കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. അത് കോൺഗ്രസ് ഉൾപ്പെടെ, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ ഈ ഒരു പ്രവൃത്തിയിൽ, രാജ്യത്തിന് ദ്രോഹകരമായിട്ടും ദോഷകരമായിട്ടുള്ള ഈ പ്രവൃത്തിയെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുകയുമാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിനെ കുറിച്ചും അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം. ഈ അടുത്ത സമയത്ത് തന്നെ നമ്മൾ കണ്ടു, ഒരു സമസ്ത എന്നും പറഞ്ഞൊരു സംഘടനയുണ്ട്, അവരാണ് ലീഗിൻ്റെ ശക്തി കേന്ദ്രം. അതായത് നമ്മൾ പറയും സംഘപരിവാറിൽപ്പെട്ടതാണ് BJPയുടെ ശക്തി സ്രോതസ് എന്ന് പറയുന്ന RSS തന്നെയാണ്, അതിൻ്റെ ചാലക ശക്തി RSS തന്നെയാണ് എന്ന് പറയുന്നത് പോലെയാണ് മുസ്ലിം ലീഗിൻ്റെ ചാലക ശക്തിയും എന്ന് പറയുന്നത് സമസ്തയാണ്. സമസ്ത പറയുന്നതിനപ്പുറം അവർക്കില്ല. അപ്പോൾ ഈ സമസ്ത ഈയിടയ്ക്ക് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഹിന്ദുക്കളെ ഈ സർക്കാരിൻ്റെ വിവിധ പദവികളിൽ വെക്കുന്നതാണ് ആ സംസ്ഥയുടെ നേതാവ് ഉദ്ദേശിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾക്കെല്ലാം അറിയാം, മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നവരായതുകൊണ്ട് അവരുടെ നെറ്റിക്ക് നിസ്കാരത്തഴമ്പ് കാണും. അതേപോലെ തന്നെ ഒരു ഹിന്ദു, അത് കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാർ ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോകുന്നത് വിലക്കുന്നത് കൊണ്ട് രഹസ്യമായി ക്ഷേത്രത്തിൽ പോയാലും അവർ കുറി തൊടാറില്ല.
കോൺഗ്രസ് ആകട്ടെ മറ്റേതെങ്കിലും പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു ആകട്ടെ ക്ഷേത്രത്തിൽ പോയാൽ കുറി തൊടുന്നത് പതിവുണ്ട്, സിന്ദൂര പൊട്ട് തൊടുന്ന പതിവുണ്ട്. അത് വെച്ചിട്ടാണ് സമസ്തയുടെ നേതാവ് പറഞ്ഞത്, ഈ സർക്കാരിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ ഈ എന്താണ് പറയുക, സംഘപരിവാറുകാരെ നിയമിക്കുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നും പറഞ്ഞു. അതായത് നിയമിക്കാൻ പാടില്ല, ഇവർ പറയുന്നവരെ വെച്ചോണം എന്നുള്ള അർത്ഥത്തിലാണ് സമസ്തയുടെ ആ നേതാവ് പറഞ്ഞത്. അത് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം തന്നെ ആണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അതായത് ക്ഷേത്രവിശ്വാസികളായിട്ടുള്ളവരെ ഈ വെക്കുന്നതിനെതിരെയാണ് അവർ പറഞ്ഞത്. ക്ഷേത്രവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ തന്നെ. ഹിന്ദുക്കളെ സർക്കാരിൻ്റെ ഒരു പദവിയിലും വെക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് സമസ്തയുടെ നേതാവ് പരസ്യമായി വിളിച്ചു പറഞ്ഞത്. സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്, സംഘപരിവാറുകാരെ വെക്കുന്നു എന്നുള്ളത്. ഈ കുറി തൊടുന്നവരെല്ലാം സംഘപരിവാറല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. സംഘപരിവാർ എന്ന് വിളിക്കപ്പെടുന്നവർ RSSഉം അതിൻ്റെ പരിവാർ സംഘടനകളിലും പ്രവർത്തിക്കുന്നവരാണ്. അതിനകത്ത് പ്രവർത്തിക്കുന്ന എത്ര പേര് കുറി തൊടാത്തവരുണ്ട്? കുറി തൊടുന്നത് ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ളവരെല്ലാം കുറി തൊടുന്നവരാണ്, RSSകാരല്ല. അങ്ങനെയുള്ളവരെ, ഈ കുറി തൊടുന്ന ആൾക്കാരെ ആണ് ഇയാൾ, അതായത് സമസ്തയുടെ നേതാവ്, അയാൾ സംഘപരിവാർ എന്ന് വിശേഷിപ്പിച്ച് അവരെ സർക്കാർ പദവികളിലൊന്നും വെക്കാൻ പാടില്ല എന്ന്. അത് പരോക്ഷമായിട്ട് അയാൾ പറയുന്നത് ഹിന്ദുക്കളെ വയ്ക്കുന്നതിനെതിരായിട്ടാണ് അയാൾ ആ രീതിയിൽ പ്രസ്താവന ഇറക്കിയത്. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇന്നത്തെ നമ്മുടെ ഈ കേരള സർക്കാരിൽ എത്രമാത്രമാണ് ഈ മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും ഒക്കെ ആ ഒരു സ്വാധീനം എന്നുള്ള കാര്യം. ഇങ്ങനെ പറഞ്ഞതിനെ അത് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള ഒരു വാക്ക് പോലും മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വീണിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായി. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇതൊരു മതേതര രാജ്യമായതുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇതിൽ പ്രവർത്തിക്കാൻ അർഹതയുണ്ട് എന്നുള്ള ഒരു വാക്ക് പറയാൻ മുഖ്യമന്ത്രിയും തയ്യാറായില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗ് തീരുമാനിക്കും, അവരെന്ത് പറഞ്ഞാലും അതിനെതിരെ കോൺഗ്രസ് ഒരക്ഷരം മിണ്ടുകയില്ല എന്നുള്ളതാണ്. എന്തൊക്കെയായാലും കേന്ദ്ര സർക്കാർ അടിയന്തരമായി RVS മണിയുടെ ഈ വാക്കുകൾ ഗൗരവതരമായി എടുത്ത് കൊണ്ട് അതിനെതിരെ അദ്ദേഹത്തിൻ്റെ ആ വെളിപ്പെടുത്തലുകൾക്കനുസൃതമായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത്. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണം. മുസ്ലിം ലീഗല്ല, സോണിയാഗാന്ധി അല്ല, ഏതൊരു വ്യക്തിയോ സംഘടനയായാലും രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിച്ചവരെ നിയമപരമായി തന്നെ കർശനമായി നേരിട്ട് അവർക്കെതിരെ നടപടിയെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ വീണ്ടും ഇതിനേക്കാൾ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്കായിരിക്കും നമ്മുടെ രാജ്യം ചെന്ന് പതിക്കുക. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇതിനകത്തിലെ ഉള്ളടക്കങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യുകയും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഇതൊന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.